മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് പോകുമ്പോൾ യുദ്ധം ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ ഒരു എപ്പിസോഡിൽ. ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സീനോട് കൂടിയിട്ടായിരുന്നു സെക്കൻഡ് എപ്പിസോഡ് അവസാനിച്ചത്. ഒരു കില്ലർ വന്നിട്ട് ഇവരെയൊക്കെ കൊല്ലാൻ നോക്കിയതായിരുന്നു അത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ടാണ്. ആരാണ് ആ ഒരു പെൺകുട്ടി, ആ ഒരു അസാസിനായിട്ട് വന്നില്ലേ, അത് ആരാണ് ശരിക്കും? സൊസൈറ്റി ഓഫ് ആമിഡ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള അസാസിൻസ് ആണ് ഇവരൊക്കെ. അതായത് ഒരുപാട് പൈസ കൊടുത്താലേ അവരൊരു മിഷനൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ ആരോ വലിയ പൈസ ഇറക്കി കളിച്ചിട്ടുണ്ട്. ആരാണെന്നുള്ള കാര്യമൊക്കെ യോഷിക്ക് അറിയാം. എന്നാൽ യോഷി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ യബുഷിങ്കേനെ വിളിക്കും. യബുഷിങ്കേനെ വിളിച്ചിട്ട് പറയും, നീയും ഇഷിഡോയും കൂടെ ഇന്നലെ ഒരു കോൺവെർസേഷൻ നടത്തിയില്ലേ, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്, നിങ്ങളാണോ എനിക്കെതിരെ ഇത് പ്ലോട്ട് ചെയ്തത് എന്നൊക്കെ ചോദിക്കും. യബുഷിങ്കേന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ആക്ച്വലി ചോദിക്കുന്നത്. ഇഷിഡോ അല്ല ഇന്നലത്തെ ആ ഒരു അറ്റാക്കിന് പിന്നിലെന്ന് യോഷിക്ക് നല്ലോണം അറിയാം. അപ്പൊ യബുഷിങ്ക ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ പറയും. ഇഷിഡോ എനിക്ക് ഒരു സീറ്റ് ഇതിൽ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് യോഷി എന്തായാലും ഇപ്പൊ മരിക്കുമല്ലോ, അപ്പൊ യോഷിന്റെ സ്ഥാനത്ത് ആരെങ്കിലും വേണ്ടേ. അപ്പൊ ആ സ്ഥാനത്തേക്ക്, അതായത് കാന്റോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ രാജാവാക്കിയിട്ട് എന്നെ ആക്കാം, എനിക്ക് ഈ കൗൺസിലിൽ ഒരു സീറ്റും തരാം, അതായിരുന്നു എന്റെ ഓഫർ. ഞാൻ അതൊക്കെ വേണ്ട പറഞ്ഞു. എനിക്ക് ഇഷിഡോ ആയിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയും. അപ്പൊ യോഷി ചോദിക്കും, നിനക്ക് ശരിക്കും എന്താ വേണ്ടത്, എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിക്കും. കൗൺസിലിൽ സീറ്റ് വേണ്ടെങ്കിൽ പിന്നെ എന്താ വേണ്ടത് അത് ചോദിക്കുമ്പോൾ യബുഷിങ്ക പറയും, സുർഗ പ്രൊവിൻസ് ഒരു പ്രൊവിൻസ് ഉണ്ട്, കാന്റോയിൽ തന്നെയുള്ള പ്രൊവിൻസ് ആണ്, അത് എനിക്ക് വേണമെന്ന് പറയും. ഒരു നൈസ് ഒരു ഡീലാണ് ഇവിടെ വെച്ച് സംസാരിക്കുന്നത്. യോഷി എന്ത് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ, ശരി ഈ ഒരു പ്രൊവിൻസ് നിനക്ക് ഞാൻ എഴുതി തരാം, പക്ഷെ ഒരു കാര്യം ചെയ്യണം, നീ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോണിനെയും ബാക്കി കുറച്ച് പേരിനെയും കൂടെ നിന്റെ വില്ലേജ് ഉണ്ടല്ലോ, അജീറോ എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു വില്ലേജ് ഉണ്ട്, ആ വില്ലേജ് കൊണ്ട് താമസിപ്പിക്കണം. ഇനി ഈ ഒസാക്ക കാസിലിൽ നിന്നതിന് ശരിയാവില്ല. ഇന്നലെ രാത്രി തന്നെ ഒരു അറ്റാക്ക് വന്നു, ഇനി എപ്പോഴാ എങ്ങനെയാ വരിക എന്നൊന്നും അറിയില്ല. ഇവിടെ നമ്മൾ കൂടുതൽ നിൽക്കുന്നതോട് ഡേഞ്ചറസ് ആണ്. നീ ഇവരെയൊക്കെ കൊണ്ട് ഒസാക്ക കാസിൽ വിട്ട് അജീറോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റിമോട്ട് ആയിട്ടുള്ള വില്ലേജിലേക്ക് പോകണമെന്ന് പറയും. യബുഷിങ്കയ്ക്ക് എന്താണ് ഇത്ര ഒരു ചെറിയൊരു മിഷൻ ചെയ്ത് കൊടുത്താൽ ആ സുർഗ എന്നുള്ള പ്രൊവിൻസ് കിട്ടും. യബുഷിങ്ക അതിന് സമ്മതിക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ ഇഷിഡോന്റെ കൂടെയായിരുന്നു യബുഷിങ്ക. ഇപ്പൊ ഇത് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഇപ്പൊ യോഷിന്റെ കൂടെയായി. ഇനിയിപ്പോ അടുത്ത എപ്പിസോഡിൽ ആരുടെ കൂടെ ആയിരിക്കും കണ്ടാൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതേ സമയത്ത് നമ്മുടെ പോർച്ചുഗീസുകാരൻ്റെ അവിടെ എന്ത് സംഭവിക്കേണ്ടി വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലാക്ക് ഷിപ്പ് ഉണ്ടല്ലോ, ഈ പണ്ടത്തെ കപ്പൽ എന്ന് പറഞ്ഞാൽ പായ് കപ്പലാണ്, അതൊന്നും തോന്നിയ സമയത്ത് എടുത്ത് പോകാൻ പറ്റില്ല. ഈ കാറ്റും അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പൊ ഈ ബ്ലാക്ക് ഷിപ്പിന്റെ ക്യാപ്റ്റൻ ഉണ്ട് ഒരാള്, അയാൾക്ക് ഈ റൂൾസിനോടൊന്നൊക്കെ പുല്ല് വിലയാണ്. ഇവരുടെ പെർമിഷനും കാത്തിട്ടൊന്നും നിൽക്കാൻ പറ്റില്ല. ഞാൻ എന്റെ സമയം ഞാൻ എടുത്ത് പോവും, അതിനൊന്നും എനിക്ക് ആരും പേടിയില്ല, ഞാൻ ഇന്ന് രാത്രി പോവാണെന്ന് പറയും. മാർട്ടിനും ആ ഒരു പ്രീസ്റ്റ് ഒക്കെ വേണ്ട എന്നൊക്കെ പറയുമെങ്കിലും വേറെ നിവൃത്തിയൊന്നുമില്ല, ക്യാപ്റ്റൻ അങ്ങനത്തെ ഒരാളാണ്. ഈ ബ്ലാക്ക് ഷിപ്പിന്റെ പൈലറ്റ് ആണ് റോഡ്രിഗസ്. അതായത് പോർച്ചുഗീസുകാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളാണ് റോഡ്രിഗസ്, നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ ഈ ബ്ലാക്ക് ഷിപ്പിന്റെ പൈലറ്റ് ആണ് റോഡ്രിഗസ്. ആ കാര്യം നമ്മൾ ഇവിടെ വെച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇനി ഒരു യാത്രയാണ്, അജീറോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വില്ലേജിലേക്കുള്ള യാത്ര. ആരൊക്കെ പോകുന്നുണ്ട് നോക്കാം. മാരിക്കോ പോകുന്നുണ്ട്, ജോൺ പോകുന്നുണ്ട്, യബുഷിങ്കയാണ് ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഇവരുടെ കൂടെ പോകുന്നത്. അപ്പൊ ഇവരിങ്ങനെ റെഡിയായി നിൽക്കുമ്പോൾ ഇഷിഡോ വരും. ഇഷിഡോ വന്നിട്ട് ഇവർ യാത്ര ചെയ്യുന്ന അതിലേക്ക് വന്ന് ചെക്ക് ചെയ്യും, ആരൊക്കെയാണ് എന്തൊക്കെയാ പോകുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ വെച്ച് വീണ്ടും യോഷിന്റെ ഒരു ബുദ്ധി, ഒരു അതിബുദ്ധി ഇവിടെ വെച്ച് നമ്മൾ കാണുകയാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു യാത്ര തന്നെ എല്ലാവരും പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. യോഷിന്റെ ഒരു ഭാര്യയുണ്ട്, കിരി എന്നാണ് അവരുടെ പേര്. അപ്പൊ ഈ ഭാര്യ ആയിരിക്കും ഇഷിഡോ വന്നിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇവരുടെ കൂടെ ഉണ്ടാവുക. ഇഷിഡോന്റെ ചെക്കിങ് കഴിഞ്ഞ് പോവാൻ നേരത്ത് ഒരു കാര്യം ചെയ്ത് ഡിസ്ട്രാക്ട് ചെയ്യും എല്ലാവരെയും. എന്നിട്ട് എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഗ്യാപ്പിൽ എല്ലാവരും ഡിസ്ട്രാക്ട് ആയിട്ടുള്ള ആ ഒരു ഗ്യാപ്പിൽ ഭാര്യ നൈസിൽ ആ ഒരു പല്ലക്കിൽ നിന്ന് ഇറങ്ങും. ആ പല്ലക്കിലേക്ക് ആര് കയറും? യോഷി കയറും. അതായത് യോഷി ആക്ച്വലി ഈ ഒസാക്ക കാസിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു പ്ലാൻ ആണ് ഇവിടെ വെച്ച് ഉണ്ടാക്കുന്നത്. അത് ആരും കാണില്ല, നമ്മുടെ ജോൺ മാത്രമേ കാണൂ. ഇത് ജോണിന്റെ കാര്യം മനസ്സിലാവും. അപ്പൊ ഇവര് യാത്ര സ്റ്റാർട്ട് ചെയ്യും. ഇഷിഡോ ചെക്ക് ചെയ്തല്ലോ, ഇനിയിപ്പോ ഒന്നും വേണ്ടല്ലോ. അപ്പൊ പോകുന്ന വഴിക്ക് ഒരു ചെക്കിങ്ങും കൂടെ ഉണ്ടാവും. ആ ചെക്കിങ്ങിൽ ഈ യോഷിയുള്ള ആ ഒരു പല്ലക്കിന്റെ അടുത്തേക്ക് ചെക്ക് ചെയ്യാൻ വരുമ്പോൾ ജോണിന് മാത്രമേ ഈ കാര്യം അറിയുള്ളൂ. ഇവിടെ വന്ന് ഈ ഒരു ഇതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം പണി പാളുന്നുള്ള കാര്യം. ജോൺ എന്ത് ചെയ്യും? ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കും. ബഹളം ഉണ്ടാക്കാൻ ജോണിന്റെ കയ്യിന്റെ ഒരാളുള്ളൂ. എന്തൊക്കെയോ പിച്ചും പേയൊക്കെ പറഞ്ഞിട്ട് അവരെയൊക്കെ ഡിസ്ട്രാക്ട് ചെയ്ത് സമയം വൈകിച്ചിട്ട് ആ ഒരു ചെക്കിങ് ഒഴിവാക്കി വിടും. അങ്ങനെ ജസ്റ്റ് മിസ്സിനാണ് ഇവർ ഒസാക്ക കാസിൽ നിന്ന് പുറത്തു പോകുന്നത്. അപ്പൊ രക്ഷപ്പെട്ടു നമ്മൾ വിചാരിക്കും, പക്ഷെ രക്ഷപ്പെട്ടിട്ടില്ല. ഒരു ആരോ അറ്റാക്ക്, ആരൊക്കെയോ കുറെ പേര് അമ്പ് വിടും. കിയാമന്റെ ആൾക്കാർ ജോണിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഒരു കാടിന്റെ നടുക്ക് വെച്ച് ഫുൾ അറ്റാക്ക് ചെയ്യും ഇവര്. ആദ്യം അമ്പ് വിടും, അതിനുശേഷം ആൾക്കാരനെ ഇറക്കി വിടും. ഗ്രൗണ്ടിൽ ആരൊക്കെ ഉള്ളത് എല്ലാവരെയും കൊല്ലാൻ വേണ്ടി പറയും. അപ്പൊ ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നപ്പോൾ പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. യോഷി പുറത്തേക്ക് ഇറങ്ങും, എല്ലാവരും ഞെട്ടും. യോഷി ആയിരുന്നോ ഇതിന്റെ ഉള്ളിൽ, നമ്മളെയൊക്കെ പറ്റിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കും. പിന്നെ യോഷിയും എല്ലാവരും ചേർന്ന് ഒരു വലിയൊരു ഫൈറ്റ് ആണ്. ഈ മാരിക്കോ ഉണ്ടല്ലോ, മാരിക്കോ ആള് കാണുന്ന പോലെ ഒന്നും അല്ല, ഭയങ്കര ഫൈറ്റ് ആണ്, എല്ലാവരും കൊല്ലും. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഫൈറ്റ് ചെയ്ത് കിയാമന്റെ ആൾക്കാരനെയൊക്കെ കൊല്ലും.
എന്നിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർബറിലേക്ക് പോകും. അവിടെ ബോട്ട് ഉണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്. ആ ബോട്ടിൽ കയറിയിട്ടായിരുന്നു ഇവര് അജീറോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോകാൻ നിന്നത്. ആ ഒരു ബോട്ടിലേക്ക് എത്തും ഇവര്. ഈ മാരിക്കോന്റെ ഒരു ഭർത്താവുണ്ട് ബുഷാരോ. ഈ ഒരു ഫൈറ്റില് ഇവരുടെ ആരും മരിക്കില്ല. മെയിൻ ആയിട്ട് ആകെ മരിക്കുന്നത് മാരിക്കോന്റെ ഭർത്താവ് മാത്രമാണ്. എല്ലാവരും രക്ഷപ്പെടും. ബുഷാരോ മാത്രം അവിടെ നിന്ന് അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യും. അങ്ങനെ മാരിക്കോന് ഇപ്പൊ ഭർത്താവില്ല, ഭർത്താവ് മരിച്ചു. ഹിരമത്സുവിന്റെ മകൻ മരിക്കുകയാണ് ഇവിടെ വെച്ചിട്ട്. അങ്ങനെ ഇവര് ബോട്ടിൽ കയറും. എല്ലാവരും ബോട്ട് അവിടെ നിന്ന് എടുക്കും. പക്ഷെ ഒരു കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ വളഞ്ഞിരിക്കുകയാണ് ഈ കിയാമിന്റെ ആൾക്കാർ. ബോട്ടിൽ ഫുള്ള് വലിയൊരു അറ്റാക്കിന് വേണ്ടി റെഡി ആയിരിക്കുകയാണ് അവര്. അപ്പൊ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കിയാമിന്റെ ഈ ഒരു ചെറിയ ചെറിയ ബോട്ടുകൾ ഉണ്ടല്ലോ, ഇവരുടെ ഈ ഒരു യോഷിന്റെ ബോട്ടിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല ആ ഒരു അറ്റാക്ക്. ആർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലാക്ക് ഷിപ്പ് ഇന്ന് രാത്രി അവർ എടുക്കാൻ പോവാണെന്നുള്ള കാര്യം ഇല്ലീഗലായിട്ട്. ഇതേ സമയത്ത് ആ ബ്ലാക്ക് ഷിപ്പും അവരുടെ പോർട്ടിൽ നിന്നും എടുക്കുന്നുണ്ട്. അപ്പൊ യോഷി നേരെ ഒരു ഡീല് സംസാരിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഷിപ്പിന്റെ അകത്തേക്ക് പോകും. അവിടെ ക്യാപ്റ്റനും പോർച്ചുഗീസിലെ ആ പ്രീസ്റ്റും മാർട്ടിനും എല്ലാവരും ഉണ്ട്. യോഷി ഒരു ഓഫർ ചെയ്യും, 10,000 സിൽവർ കോയിൻസ് ക്യാപ്റ്റന്. അതേപോലെ ഈഡോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പോർച്ചുഗീസുകാർക്ക് ഒരു ചർച്ച് പണിയാൻ ഞാൻ അനുവാദം നൽകാം. ഈ 2 ഓഫർ വെക്കും, ഒന്ന് ക്യാപ്റ്റനും ഒന്ന് പോർച്ചുഗീസുകാർക്കും. എനിക്ക് ഇങ്ങോട്ട് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കിയാമ ആൻഡ് ഓനോ ഈ 2 രാജാക്കന്മാരെയാണല്ലോ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. അവരെ നിങ്ങൾ ഇഷിഡോന്റെ സൈഡിൽ നിന്നും എന്റെ സൈഡിലേക്ക് കൊണ്ടുവരണം. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാം. ഈ കാര്യം മാത്രം നിങ്ങളൊന്ന് ചെയ്തു തരണം എന്ന് പറയും. പിന്നെ മെയിൻ ആവശ്യം ഈ ബോട്ടാണ്. ഈ ബോട്ടിൽ കയറി അവർക്ക് രക്ഷപ്പെടുകയും വേണം. അത് വേറൊരു ആവശ്യം. പക്ഷെ ശരിക്കുള്ള ആവശ്യം ഈ കിയാമനെയും ഓനോനെയും ഇവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ എന്റെ സൈഡിലേക്ക് കൊണ്ടുവരണം എന്ന് പറയും. എല്ലാവരും എല്ലാ ഡീലും സമ്മതിക്കും. അങ്ങനെ പിരിയാൻ നേരത്താണ് ക്യാപ്റ്റൻ, ഈ ക്യാപ്റ്റൻ ആള് അത്ര മോശക്കാരനല്ല, അയാൾ പറയും എല്ലാം ഓക്കെ, പക്ഷെ ഒരു കാര്യമുണ്ട്, ജോൺ ഉണ്ടല്ലോ, ജോണിനെ ഞാൻ എന്റെ ഈ കപ്പലിൽ കേട്ടില്ല, അവനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയും. നിങ്ങൾ തന്നെ വായിച്ചതല്ലേ ഈ ഡോക്യുമെന്റ്സിൽ, ആ ഒരു ഡോക്യുമെന്റ്സിൽ ജോൺ എന്തൊക്കെ കുറ്റകൃത്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്ന്. ഇങ്ങനെയുള്ള ആളിനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ജോണിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ ഇവരെന്ത് ചെയ്യും, ജോണിനെ മാത്രം പഴയ ബോട്ടിൽ, യോഷിന്റെ ഒരു ചെറിയ ബോട്ട് ഉണ്ടല്ലോ അതിൽ വിട്ടിട്ട് ബാക്കി എല്ലാവരും ബ്ലാക്ക് ഷിപ്പിലേക്ക് കയറും. അങ്ങനെ ഇനി ഇവർക്ക് എന്ത് ചെയ്യണം, ആ ഒരു വളഞ്ഞിരിക്കുന്ന ആ ഒരു ബോട്ടുകളൊക്കെ വളഞ്ഞിരിക്കുന്നുണ്ടല്ലോ അതിന്റെ ഇടയിൽ കൂടെ ഇവർക്ക് രക്ഷപ്പെടണം. നമ്മുടെ ജോൺ ഒരു കപ്പലിന്റെ പൈലറ്റ് ആണ്, അതേപോലെ ബ്ലാക്ക് ഷിപ്പിന്റെ പൈലറ്റ് ആണ് റോഡ്രിഗസ്. ഇവർ രണ്ടുപേരും റേസ് ചെയ്യണ പോലെ ഈ ബോട്ടിന്റെ അടുത്തേക്ക് പോവും. ബ്ലാക്ക് ഷിപ്പുകാരാണെങ്കിൽ ഈ ചെറിയ ബോട്ടിനെ മുക്കാനാണ് നോക്കുക. ഈ വലിയ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെയൊക്കെ ഈ ചെറിയ ബോട്ടിനെ തള്ളി കയറ്റാനൊക്കെ ഇവർ നോക്കും. പക്ഷെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ റോഡ്രിഗസിന് ഒരു നന്ദിയുണ്ട്. റോഡ്രിഗസ് മരിക്കാൻ പോയപ്പോ ജോൺ ആണ് വന്ന് രക്ഷിച്ചത്, വേറെ ഒരാൾക്കും റോഡ്രിഗസിന് വേണ്ടായിരുന്നു. അപ്പൊ ആ ഒരു നന്ദി റോഡ്രിഗസ് ഇവിടെ കാണിക്കും. അന്ന് നീ എന്റെ ജീവൻ രക്ഷിച്ചു, ഇന്നതാ ഞാനിപ്പോ നിന്റെ ജീവൻ രക്ഷിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചേർത്തില്ല, കുറച്ച് ഗ്യാപ്പ് കൊടുക്കും. ആ ഗ്യാപ്പിൽ കൂടെ ജോൺ എസ്കേപ്പ് ചെയ്യും. ആ അറ്റാക്കിൽ നിന്നൊക്കെ ജോൺ എസ്കേപ്പ് ആവുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ രക്ഷപ്പെടുന്നു. ഒരു ഹാപ്പി എൻഡിങ് അവിടെ സംഭവിക്കുന്നുണ്ട്. ജോൺ ആള് ചില്ലറക്കാരനല്ലാന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. ചെറിയൊരു ഗ്യാപ്പ് കൊടുത്താൽ മതി, ആശാൻ പല കാര്യങ്ങളും ചെയ്യുന്നു, എല്ലാവർക്കും വിശ്വാസം ആവുന്നു. അപ്പൊ ഇനി അടുത്ത ദിവസമാണ് ബാക്കിയുള്ള 4 രാജാക്കന്മാര് ഒരു കൗൺസിൽ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ആ മീറ്റിംഗിലേക്ക് ഹിരമത്സു വരുന്നു. യോഷിന്റെ ഒരു മെസ്സേജ് കൊണ്ടാണ് വരുന്നത്. യോഷി പറയുന്നു, ഞാൻ ഈ കൗൺസിലിൽ നിന്നും വിരമിക്കുകയാണ്. റെസിഗ്നേഷൻ ലെറ്റർ അവിടെ നൽകുന്ന പോലെ ഒരു ലെറ്റർ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ടൈക്കോ പണ്ട് നമ്മൾ ഫസ്റ്റ് കണ്ടല്ലോ ടൈക്കോന്റെ ഒരു റൂൾ എഴുതി വെച്ചിരിക്കുന്നത്, അതിൽ പ്രത്യേകം പറയുന്നുണ്ട് 5 റീജൻസ് അല്ലെങ്കിൽ 5 രാജാക്കന്മാര് ഒരുമിച്ച് വന്ന് വോട്ട് ചെയ്താലേ ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റുള്ളൂ. 4 പേരുണ്ടെങ്കിൽ അത് പറ്റില്ല. അപ്പൊ ഇത് കാരണം യോഷി കുറ്റക്കാരനാണ്, ചതിയനാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോട്ടിംഗ് ഉണ്ടല്ലോ അത് ഇനി നടക്കില്ല, നിയമം അതിന് അനുവദിക്കുന്നില്ല എന്ന് പറയും. വലിയ പ്രശ്നമൊക്കെ നൈസായിട്ട് ഒഴിവാക്കി വിട്ടു. ഇനി നമ്മൾ നേരെ പോകുന്നത് യോഷിയും ജോണിന്റെയും ഒരു കോൺവെർസേഷനിലാണ്. അവർ ബോട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. യോഷി പറയും, നീ ചെയ്ത കാര്യങ്ങളിലൊക്കെ ഉള്ള ജേർണൽസ് എന്റെ കയ്യിലുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുക്കാം. പക്ഷെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മെല്ലെ സമയമെടുത്ത് മെല്ലെ ചെയ്താൽ മതി, അത് കാരണം നിനക്ക് ഇതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വരില്ല എന്ന് പറയും. അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട് ഇപ്പൊ ജോണിനെ. ഇനി മുതൽ നീ ഒരു കാര്യം കൂടി ചെയ്യണം, നിന്റെ ഇംഗ്ലണ്ടിൽ എങ്ങനെയായിരുന്നു ഈ തോക്കും പീരങ്കികളൊക്കെ കൊണ്ട് എങ്ങനെയാണ് നിങ്ങളൊക്കെ യുദ്ധം ചെയ്യുന്നത്, അത് ഞങ്ങളെ പഠിപ്പിക്കണം എന്നുള്ള കാര്യം കൂടെ പറയും. ആക്ച്വലി ജോൺ ഇതൊന്നും അറിയില്ല, ജോൺ ഇപ്പൊ ട്രെയിൻഡ് ആയിട്ടുള്ള സോൾജർ ഒന്നും അല്ല. എന്നിട്ടും ജോൺ പറയും രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ. അപ്പൊ ജോൺ പറയും ശരി ഞാനിത് ചെയ്തിരിക്കുന്നു പറയും. അതേപോലെ ഒരു പേരിടും. ഇവർ ഇത്രകാലം ഒരു മോശം പേരൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഹട്ടമോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് ജോണിനിടും. ഒഫീഷ്യലി യോഷിന്റെ കൂടെ ചേരുകയാണ് ജോൺ ഇവിടെ വെച്ചിട്ട്. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് ആണ് ഈ ഒരു എപ്പിസോഡിനുള്ളത്. നല്ല ആൾക്കാരൊക്കെ വിജയിച്ചു, വില്ലന്മാരുടെ പ്ലാനുകളൊന്നും നടന്നുമില്ല. എല്ലാവർക്കും 3ാമത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ.